നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കുടകിലെ മനോഹരമായ ഒരു മലനിരയിലേക്കാണ്. കുടകിന്റെ പച്ചപ്പും തണുപ്പും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിയും ഒരിക്കലെങ്കിലും എത്തിച്ചേരേണ്ട ഒരിടമാണ് കോട്ടബെറ്റ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1620 മീറ്റർ ഉയരത്തിൽ ആകാശത്തോട് മുട്ടിനിൽക്കുന്ന ഈ കൊടുമുടി കുടകിലെ മൂന്നാമത്തെ വലിയ മലനിരയാണ്. വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലുപരി പ്രകൃതിയും വിശ്വാസവും കൈകോർക്കുന്ന ഒരു അപൂർവ ഇടമാണിത്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് മടിക്കേരിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ഹട്ടിഹോളി എന്ന ഗ്രാമത്തിൽ നിന്നാണ്. അവിടെയുള്ള ചെറിയ പാലം കടന്നാൽ പിന്നെ മുന്നോട്ടുള്ളത് കാപ്പിത്തോട്ടങ്ങളുടെ മണം നിറഞ്ഞ വഴികളാണ്. തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ആ നടത്തം തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. പക്ഷികളുടെ കളകൂജനങ്ങളും അങ്ങിങ്ങായി ഒഴുകുന്ന ചെറിയ അരുവികളും യാത്രയുടെ ക്ഷീണം മാറ്റും. പകുതി ദൂരം പിന്നിടുമ്പോൾ കാപ്പിത്തോട്ടങ്ങൾ വഴിമാറുകയും ഇടതൂർന്ന കാടുകൾക്ക് നടുവിലൂടെയുള്ള ചെറിയ പാതകൾ തെളിയുകയും ചെയ്യും. വനമേഖല കടന്ന് പുൽമേടുകളിലേക്ക് എത്തുമ്പോഴാണ് കോട്ടബെറ്റയുടെ യഥാർത്ഥ സൗന്ദര്യം നമ്മെ വരവേൽക്കുന്നത്. കോട്ടെ എന്നാൽ കന്നഡയിൽ കോട്ട എന്നും ബെറ്റ എന്നാൽ കുന്നെന്നുമാണ് അർത്ഥം. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കോട്ടയുടെ ആകൃതി തോന്നിപ്പിക്കുന്ന ഈ കൂറ്റൻ മലനിരകൾ പ്രകൃതി തന്നെ തീർത്ത ഒരു വിസ്മയമാണ്. കുന്നിൻ മുകളിൽ എത്തുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവക്ഷേത്രമാണ്. ഒരു വലിയ പാറക്കെട്ടിന് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറിയ ക്ഷേത്രം ഐതിഹ്യങ്ങളാൽ സമ്പന്നമാണ്. പാണ്ഡവർ തങ്ങളുടെ വനവാസക്കാലത്ത് ഇവിടെ വസിച്ചിരുന്നുവെന്നും അവർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. ചുറ്റുമുള്ള മലനിരകളുടെ നിശബ്ദതയിൽ അലിഞ്ഞു നിൽക്കുന്ന ആ ക്ഷേത്രമുറ്റം മനസ്സിന് നൽകുന്ന സമാധാനം വാക്കുകൾക്ക് അതീതമാണ്. മുകളിലെ പാറക്കെട്ടിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ചുറ്റും 360 ഡിഗ്രിയിൽ പരന്നു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, താഴെ ഹാരംഗി ഡാമിന്റെ വെള്ളിരേഖ പോലെ തിളങ്ങുന്ന വെള്ളം, ദൂരെ കുമാരപർവ്വതത്തിന്റെ തലയെടുപ്പ്. ഈ കാഴ്ചകൾ കാണുമ്പോൾ 10 കിലോമീറ്റർ നടന്നതിന്റെ ആയാസം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ആത്മീയത തേടുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് കോട്ടബെറ്റ. ഓരോ കാൽവെയ്പിലും പുതിയ കാഴ്ചകളും അനുഭവങ്ങളും സമ്മാനിക്കുന്ന ഈ യാത്ര കുടക് യാത്രയിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമായിരിക്കും എന്നതിൽ സംശയമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു യാത്രയുമായി വീണ്ടും കാണാം.